ഇന്ത്യക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിലെ ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യക്ക് ബാറ്റിംഗ് തകർച്ച സംഭവിച്ചിരിക്കുകയാണ്. പെർത്തിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യുന്ന ഇന്ത്യക്ക് 59 റൺസ് എടുക്കുമ്പോഴേക്ക് 5 വിക്കറ്റുകൾ നഷ്ടമായിരിക്കുകയാണ്. ഓസീസിന്റെ പേസ് ആക്രമണത്തിന് മുന്നിൽ ഇന്ത്യ പതറുന്നതാണ് ഇതുവരെയുള്ള കാഴ്ച. ടോസ് നേടി ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് ഓപ്പണർ യശസ്വി ജയ്സ്വാളിന്റെ വിക്കറ്റ് 3-ാം ഓവറിൽ തന്നെ നഷ്ടമായി. 8 പന്തുകൾ നേരിട്ട യശസ്വി റണ്ണൊന്നും എടുക്കാതെയാണ് പുറത്തായത്. ദേവ്ദത്ത് പടിക്കലിന്റേതായിരുന്നു അടുത്ത ഊഴം. 23 പന്തുകൾ നേരിട്ട പടിക്കൽ അക്കൗണ്ട് തുറക്കാതെ പുറത്താകുമ്പോൾ ഇന്ത്യ 2 വിക്കറ്റിൽ 14 റൺസാണ് എടുത്തത്. ജോഷ് ഹേസൽവുഡിനായിരുന്നു വിക്കറ്റ്. 4-ാം നമ്പറിൽ ഇറങ്ങിയ വിരാട് കോഹ്ലിക്കും അധികം പിടിച്ചു നിൽക്കാനായില്ല. 12 പന്തുകൾ മാത്രം നേരിട്ട അദ്ദേഹം 5 റൺസ് എടുത്ത് പുറത്താവുകയായിരുന്നു. ഇതോടെ ഇന്ത്യ 3 വിക്കറ്റിന് 32 എന്ന നിലയിലായി. ഒരു വശത്ത് വിക്കറ്റുകൾ വീഴുമ്പോഴും മറുവശത്ത് രാഹുൽ മികച്ച പ്രതിരോധവുമായി പിടിച്ചു നിന്നിരുന്നു. എന്നാൽ സ്കോർ ബോർഡിൽ 47 റൺസ് എത്തിയപ്പോൾ രാഹുലും വീണു. 26 റൺസ് എടുത്ത രാഹുലിനെ മിച്ചൽ സ്റ്റാർക്കായിരുന്നു പുറത്താക്കിയത്. 2 അരങ്ങേറ്റ താരങ്ങളുമായിട്ടാണ് ഇന്ത്യ ഈ മത്സരത്തിൽ കളിക്കുന്നത്. ഓൾറൗണ്ടർ നിതീഷ് റെഡ്ഡിക്കും യുവ പേസർ ഹർഷിത് റാണയ്ക്കുമാണ് ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നത്. വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്ന് ഈ മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന രോഹിത് ശർമ്മയ്ക്ക് പകരം KL രാഹുൽ ഓപ്പണിംഗിലും പരിക്കേറ്റ ശുഭ്മാൻ ഗില്ലിന് പകരം ദേവ്ദത്ത് പടിക്കൽ 3-ാം നമ്പറിലും എത്തുകയായിരുന്നു. യശസ്വി ജയ്സ്വാൾ, KL രാഹുൽ, ദേവ്ദത്ത് പടിക്കൽ, വിരാട് കോഹ്ലി, ഋഷഭ് പന്ത്, ധ്രുവ് ജൂറൽ, നിതീഷ് റെഡ്ഡി, വാഷിംഗ്ടൺ സുന്ദർ, ഹർഷിത് റാണ, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് എന്നിങ്ങനെയാണ് പെർത്ത് ടെസ്റ്റിൽ ഇന്ത്യയുടെ പ്ലേയിങ് 11.